ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമകീർത്തനം. മായാകാര്യങ്ങൾക്കെല്ലാം എന്നുവെച്ചാൽ വിക്ഷേപാവരണങ്ങളായ പ്രപഞ്ചകാര്യങ്ങൾക്കെല്ലാം മൂലകാരണം ഭഗവാൻ നാരായണനാണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സൃഷ്ടിക്കപ്പെട്ട കാര്യകാരണ സ്വരൂപമായതൊന്നും ഭഗവാനെ കൂടാതെ അന്യമായിട്ടുള്ളതല്ല എന്നീ തത്വങ്ങൾ ആവർത്തിച്ചുറപ്പിക്കുകയാണ് 58-ാമത്തെ ശ്ലോകത്തിൽ. വദനം നമുക്കു ശിഖി വസനങ്ങൾ സന്ധ്യകളും ഉദരം നമുക്കുദതി ഉലകേഴു രണ്ടുമിഹ ഭവനം നമുക്കു ശിവനേത്രങ്ങൾ രാത്രി പകൽ അകമേ ഭവിപ്പതിനു നാരായണായ നമഃ. അഗ്നി മുഖമാണ്, സന്ധ്യകൾ വസ്ത്രങ്ങളാണ്, സമുദ്രം വയറാണ്, 14 ലോകങ്ങളും ഭവനമാണ്, രാത്രി പകലുകൾ കണ്ണുകളാണ്. നമുക്ക് അഗ്നിയായി തോന്നുന്നത് യഥാർത്ഥത്തിൽ ഭഗവാന്റെ മുഖമാണ്. സന്ധ്യകൾ ഭഗവാന്റെ വസ്ത്രങ്ങളാണ്, സമുദ്രം ഭഗവാന്റെ വയറും, രാപ്പകലുകൾ കണ്ണുകളും, ഈരേഴു 14 ലോകങ്ങളും ഭവനവുമാകുന്നു. ഇക്കണ്ട വിശ്വമതും ഇന്ദ്രാദിദേവകളും എന്ന് തുടങ്ങുന്ന 16-ാമത്തെ ശ്ലോകത്തിൽ വിരാട് പുരുഷനെ എഴുത്തച്ഛൻ വർണ്ണിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ വിവിധ നാമരൂപ പ്രതീതിക്ക് അധിഷ്ഠാനമായ സഗുണ ബ്രഹ്മത്തിനെയാണ് വിശേഷേണ ശോഭിക്കുന്നവൻ എന്നർത്ഥത്തിൽ വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ വിവിധ ഘടകങ്ങളെ ഒരു ഈശ്വരന്റെ അവയവങ്ങളായി ദർശിക്കുക എന്നതാണ് വിരാട് പുരുഷ സങ്കല്പം. ഈശ്വരനും ജഗത്തും വെവ്വേറെ വസ്തുക്കളല്ല എന്നുള്ള ബോധത്തിലേക്കാണ് വിരാട് രൂപം നമ്മെ നയിക്കുന്നത്. സർവവും നാരായണമയം എന്ന അവബോധത്തിലാണപ്പോൾ നാം എത്തിച്ചേരുക. നാരായണ അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം. വദനം നമുക്കു ശിഖി വസനങ്ങൾ സന്ധ്യകളും ഉദരം നമുക്കുദതി ഉലകേഴു രണ്ടുമിഹ ഭവനം നമുക്കു ശിവനേത്രങ്ങൾ രാത്രി പകൽ അകമേ ഭവിപ്പതിനു നാരായണായ നമഃ.